സുജയ, സുധാകരൻ്റെ പിടിവാശിയാണോ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്? പ്രത്യേകിച്ച് KC വേണുഗോപാൽ പറയുന്നത് പാർട്ടിക്കൊരു സംവിധാനമുണ്ട്, ഉചിതമായ സമയത്ത് തീരുമാനമുണ്ടാകും എന്നാണ്. പക്ഷേ എപ്പോഴും സുധാകരൻ പറയുന്നത് എന്നെ തൊടാൻ ആരുണ്ട്, ഹൈക്കമാൻഡ് എന്ന നിലയിലാണ്. സുധാകരൻ്റെ പിടിവാശിയാണോ? പിടിവാശിയുണ്ട്. ബ്രണ്ണൻ കോളേജ് കാലത്തേക്ക് സുധാകരൻ തിരിച്ചു പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരിട്ട് വെല്ലുവിളിക്കുന്ന ഒരു സുധാകരനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് റോഷിപാലിനോട് പ്രതികരിക്കാതെ നടത്തിയ പരാമർശമടക്കം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഹൈക്കമാൻഡിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വെല്ലുവിളിയിൽ ഹൈക്കമാൻഡ് ഒന്ന് ഇളകിയിട്ടുണ്ട്, ഒന്ന് പതറിയിട്ടുണ്ട് എന്നതാണ് KC വേണുഗോപാലിന്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തീരുമാനമെടുക്കാതെ, ചർച്ച നടത്താതെ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി എന്ന് ആരും തന്നെ കേരളത്തിൽ ഇന്ന് വിശ്വസിക്കുന്നുണ്ടാവില്ല. പ്രത്യേകിച്ചും UDFന്റെ ഒരു യോഗം നടക്കുന്ന വേളയിൽ സുധാകരനെ മാത്രം ദില്ലിക്ക് വിളിപ്പിക്കുന്നു. അതിനുശേഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറ്റണോ വേണ്ടയോ എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നൊക്കെ സുധാകരൻ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു ചർച്ച നടന്നില്ലെങ്കിൽ സുധാകരൻ ആ വിഷയത്തെക്കുറിച്ച് അത് ചർച്ചയായില്ല എന്ന ഒറ്റ വാക്കിൽ പ്രതികരണം ഒതുക്കാവുന്നതായിരുന്നു സുധാകരൻ. പക്ഷേ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ മാറുന്നതിനെ കുറിച്ച് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. ഹൈക്കമാൻഡ് പറഞ്ഞാൽ ഞാൻ അനുസരിക്കും എന്നൊക്കെ സുധാകരൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം സുധാകരനുമായി ഈ വിഷയത്തിൽ ചർച്ചകൾ നടന്നിരിക്കുന്നു. പക്ഷേ നേരത്തെ ഉണ്ണിസാറൊക്കെ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് എത്തിയപ്പോഴേക്കും മറ്റൊരു സുധാകരനായി മാറുകയാണ്. അപ്പോൾ ഡൽഹിയിലെ കാലാവസ്ഥയും കേരളത്തിലെ കാലാവസ്ഥയും രണ്ടാണ്. അപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥയും അതുപോലെ തന്നെയാണ്. സുധാകരന് കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ, KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ ഉള്ള താല്പര്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും. ഇപ്പോഴൊരു ഇളക്കി പ്രതിഷ്ഠയിലേക്ക് പോയാൽ അത് ഇപ്പോൾ തന്നെ കുളമായി കിടക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ കൂടുതൽ കുളം കലക്കലിന് ഉള്ള വഴിയൊരുക്കും എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് ആ തീരുമാനം പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് ഹൈക്കമാൻഡ് മാറി നിൽക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. സുധാകരനെ മാറ്റാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തലാണ്. അത് നേതാക്കൾ പരസ്യമായി പറഞ്ഞാലും ഇല്ലെങ്കിലും ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ അത് തന്നെയാണ്. ദീപദാസ് മുൻഷി അല്ലെങ്കിൽ എന്തിനാണ് എല്ലാ നേതാക്കളെയും ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ കണ്ട് എന്താണ് പാർട്ടി നേരിടുന്ന പ്രശ്നം, നേതൃമാറ്റം അടക്കം വേണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ KPCC പ്രസിഡന്റ് അടക്കം മാറണമെന്ന് പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ്. അതും കേരളീയ പൊതുസമൂഹത്തിന് മുന്നിലുള്ള കാര്യങ്ങളാണ്. അക്കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ വാർത്തയാക്കിയല്ലോ. അപ്പോഴൊന്നുമില്ലാത്ത ഒരു പകപ്പ് ഇപ്പോഴെന്തിനാണ് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾക്ക് ഉണ്ടാകുന്നത്? അത് സുധാകരന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ കണ്ട് ഭയന്നിട്ടാണ്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ വാർത്താ സമ്മേളനം, പാലക്കാട്ട് പ്രത്യക്ഷപ്പെടുന്ന സുധാകരനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ, സുധാകരൻ ബ്രിഗേഡ് കഴിഞ്ഞ ദിവസത്തിൽ ചർച്ചയ്ക്കെടുത്തപ്പോഴും ഞാൻ പറഞ്ഞതാണ്. KS ബ്രിഗേഡ് ആക്റ്റീവാണ്. കണ്ണൂരിൽ അവരുടെ യോഗങ്ങളൊക്കെ ആദ്യഘട്ടങ്ങളിൽ തന്നെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ KS ബ്രിഗേഡ് ആക്റ്റീവായി വരുന്നു. AK ആന്റണിയെ പോയി കണ്ട് സുധാകരൻ നടത്തിയ ചർച്ച അതൊന്നും വെറുതെയല്ല എന്നുള്ളത് ഹൈക്കമാൻഡിന് നന്നായി അറിയാം. അപ്പോൾ അതുകൊണ്ട് സുധാകരന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് സുധാകരൻ. അത് പാർട്ടിയെ കൂടുതൽ തളർത്തും. പ്രത്യേകിച്ചും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജയം ഏകദേശം ഉറപ്പിച്ചിരിക്കുന്നു എന്ന മട്ടിലാണ് അൻവർ കൂടി വന്നതോടെ UDF ഇപ്പോൾ നിൽക്കുന്നത്, കോൺഗ്രസ് നിൽക്കുന്നത്. അപ്പോൾ ആ വിജയം അടുത്ത് നിൽക്കുമ്പോൾ കണ്ണൂരിൽ നിന്നുള്ള പ്രബലനായ ഒരു നേതാവ്, അണികളെ അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ, ക്രൗഡിനെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു നേതാവ് പിണങ്ങി മാറി നിൽക്കുന്നത് പാർട്ടിക്ക് ക്ഷീണമാകും. കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് നിലമ്പൂർ കൈവിട്ടു പോവുകയും അൻവർ കൂടെ വന്നിട്ടും അൻവറിനെ, തൃണമൂലിനെ സഖ്യകക്ഷിയാക്കിയിട്ടും UDFന് ആ സീറ്റ് നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ വലിയ നാണക്കേടിലേക്കായിരിക്കും പോവുക. ഒരു സെമി ഫൈനൽ ഗംഭീരമായി ജയിച്ചു എന്നുള്ള അഭിമാനത്തോടെ LDFന് 2026ലേക്ക് പോകാൻ കഴിയും. ആ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹൈക്കമാൻഡിനെയും കോൺഗ്രസ് നേതൃത്വത്തെയും ഒക്കെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുധാകരന്റെ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. പ്രായമല്ല പ്രാപ്തിയാണ് പ്രധാനം. ഞാൻ KPCC പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പും നടന്നിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടി എന്റെ നേതൃത്വത്തിൽ പാർട്ടിക്ക്, മുന്നണിക്ക് ജയിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ എന്നെ അനുവദിക്കൂ, എന്നെ ഒന്ന് പെർഫോം ചെയ്യാൻ അനുവദിക്കൂ എന്ന് സുധാകരൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അത് ഒരു 50% പോലും പാർട്ടിക്ക് ഒരു KPCC പ്രസിഡന്റ് എന്ന നിലയിൽ കിട്ടുന്നില്ല എന്നത് പാർട്ടിക്കറിയാം. അല്ലെങ്കിൽ എന്തിനാണ് M ലിജുവിനെ KPCCയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏൽപ്പിക്കുന്നത് എന്ന് ഞാൻ പ്രവർത്തനത്തിനിറങ്ങുന്നുണ്ടെന്ന് സുധാകരൻ പറയുന്നു. തിരുവനന്തപുരത്താണ് KPCCയുടെ ആസ്ഥാനത്ത് വന്നിരുന്ന് ഏകോപന ചുമതലകൾ നിർവഹിക്കാൻ സുധാകരൻ എത്രത്തോളം കഴിയുന്നുണ്ട്? ഇക്കഴിഞ്ഞ 6 മാസത്തിനിടയിൽ എത്ര തവണ സുധാകരൻ തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് വന്നിട്ടുണ്ട്, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചർച്ചയിൽ സൂചിപ്പിച്ചതാണ്. സോഷ്യൽ മീഡിയ അടക്കം ഒരു അനക്കവുമില്ലാതെ കിടക്കുകയാണ്. ആളനക്കമില്ലാതെ, ഒരു കാൽപെരുമാറ്റം പോലും ഇല്ലാതെ കിടക്കുന്ന സമൂഹ മാധ്യമ പേജുകൾ. ഇപ്പോൾ സുധാകരന്റെ കാര്യത്തിൽ മാധ്യമങ്ങൾ ചർച്ച നടത്തുന്നതിനെ വിമർശിക്കാൻ അവരൊക്കെ കുറെ പേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ പാർട്ടിയുടെ നയങ്ങളും നിലപാടുകളും വിശദീകരിക്കാൻ എത്രത്തോളം പാർട്ടി സംവിധാനത്തെ ചലിപ്പിക്കാൻ സുധാകരൻ എന്ന KPCC പ്രസിഡന്റിന് കഴിയുന്നുണ്ട്? ഒട്ടും കഴിയുന്നില്ല. അത് ഹൈക്കമാൻഡിന് അറിയാം. എന്നിട്ടും അവർ ഭയന്ന് ഈ തീരുമാനം എടുക്കുന്നതിൽ നിന്ന്
നിന്നും പതിയെ പതിയെ പിന്നോട്ട് പോവുകയാണ്. ഉണ്ണി സർ പറഞ്ഞതുപോലെ നൗ ഓർ നെവർ എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഹൈക്കമാൻഡിന് മുന്നിലുള്ള ഓപ്ഷൻസ്. അത് ഇപ്പോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പാർട്ടി വീണ്ടും കൂടുതൽ തകർച്ചയിലേക്ക് പോകും. കോൺഗ്രസ് പാർട്ടി 2026 അധികാരത്തിൽ വരണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ആ പാർട്ടിക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ, UDFന് അതിന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കെ സുധാകരനെ മാറ്റുക, KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കൊണ്ടുവരിക, അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുധാകരൻ കുറച്ചുകൂടി ആക്റ്റീവ് ആവുക. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് കൂടുതൽ ആക്റ്റീവായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന യുവാക്കളടക്കമുള്ള എത്രയോ നേതാക്കളുണ്ട്. കെ സുധാകരൻ ആക്റ്റീവായി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ. പാർട്ടി എന്ന സംവിധാനം ചലിക്കണം എന്നുള്ളതാണ് കോൺഗ്രസുകാർ ആഗ്രഹിക്കുന്നത്, അണികൾ ആഗ്രഹിക്കുന്നത്, നേതൃത്വം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചലിപ്പിക്കാൻ പ്രായമോ അല്ലെങ്കിൽ ആരോഗ്യമോ തനിക്കൊരു പ്രശ്നമല്ല എന്ന് കെ സുധാകരൻ ആവർത്തിച്ച് പറയുകയല്ലേ. അപ്പോൾ അദ്ദേഹം ഇറങ്ങി നയിക്കട്ടെ. അങ്ങനെയല്ലേ അദ്ദേഹം കാട്ടിക്കൊടുക്കേണ്ടത്. കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം വരട്ടെ. അങ്ങനെയൊക്കെയാണല്ലോ അദ്ദേഹം പെർഫോമർ ആണ് എന്ന് തെളിയിക്കേണ്ടത്. അല്ലാതെ അദ്ദേഹം ഈ പ്രതികരണങ്ങൾ നടത്തിയത് കൊണ്ടും AK ആന്റണിയെ പോയി കണ്ടതുകൊണ്ടും ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവുക, പാർട്ടിയെ നയിക്കുക, അതിന് പ്രാപ്തിയുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ തെളിയിക്കുക. അതാണ് കെ സുധാകരൻ നടത്തേണ്ടത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ അത് വെല്ലുവിളിക്കുന്ന ഒരു സ്വഭാവത്തിൽ തന്നെയാണെന്നുള്ളത് കണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. മാധ്യമങ്ങളെ പഴിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ്, അത് നന്നാകണോ വേണ്ടയോ എന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം. അതുപോലെ തന്നെ KC വേണുഗോപാൽ പറഞ്ഞതുപോലെ അവരുടെ പാർട്ടിയുടെ കാര്യമാണ്, അവർ തീരുമാനിക്കട്ടെ പ്രസിഡന്റിനെ മാറ്റണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ ജയിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കും. ആ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. Meet the editors.